ഹായ് ഓൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവസ്വമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പെൺകുട്ടികളുടെ കയ്യിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ബിന്ദി അല്ലെങ്കിൽ പൊട്ടെന്ന് പറയും. ഇത് നമ്മൾ പലപ്പോഴും പലയിടത്തായിട്ട് വെച്ചിട്ടായിരിക്കും പോവുക. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിന്ദീസ് തിരയുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ബിന്ദീസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത്രയും പൊട്ടുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്തിരുന്ന പൊട്ടുകളാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, പണ്ടൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പൊട്ട് എടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്താണല്ലോ ഈ പൊട്ടുകൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ പൊട്ടെടുത്തിട്ടും അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ വലിക്കുമ്പം തന്നെ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഫുള്ളും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോക്സാണ്. ഞാനിവിടെ എടുക്കുന്നത് ഡാർക്ക് ഫാൻറ്റസിയുടെ ആ ഒരു പാക്കറ്റാണ്. 2 പാക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പിന്നെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് A4 സൈസ് പേപ്പറാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ കാണുന്നതാണ് A4 സൈസ് പേപ്പർ. ഇപ്പോൾ ഞാൻ എടുത്തതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കയ്യിൽ പൊട്ടുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേപ്പറിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. ഞാനിവിടെ 3 A4 സൈസിലെ പേപ്പറാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സിസേഴ്സ് വേണം, പിന്നെ ബ്ലേഡ് വേണം, പിന്നെ ഒരു സ്കെയിൽ വേണം, പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഗമ്മും വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് വലിപ്പം കൂടിയിട്ടുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2 സൈഡിൽ നമുക്ക് ഇതുപോലെ വലിപ്പം കൂടിയിട്ടുള്ള ആ ഒരു ഭാഗം കിട്ടും. കൈ വെച്ചിട്ട് ഇങ്ങനെ അമുക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പരന്ന് കിട്ടും. എന്നിട്ട് ഒരു സ്കെയിലും ഒരു ബ്ലേഡും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വീതി കൂടിയിട്ടുള്ള ഭാഗം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതിനുശേഷം ആ 2 സൈഡിലും എക്സ്ട്രാ കാണുന്ന ആ ഒരു ബൈൻഡ് ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ സെയിം അടുത്തതും കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ വീതി കൂടിയിട്ടുള്ള ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. വീതി കുറഞ്ഞിട്ടുള്ള ഭാഗം എടുക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ബോക്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിൻ്റെ ബൈൻഡിനകത്ത് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ്ബോർഡിനകത്തും ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിന് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബുക്കിൻ്റെ ബൈൻഡിൽ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ആ ഒരു ബൈൻഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി A4 സൈസ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അടുക്കിന് വെക്കുക. ഒരുപോലെ തന്നെ പേപ്പർ അടുക്കിന് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബൈൻഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ലെങ്തിൻ്റെ അടുത്ത് നമ്മളൊരു സ്കെയിൽ വെച്ച് അളന്നിട്ട് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഒരുപോലെ പേപ്പർ അടുക്കി വെച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബൈൻഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പറിന് കുറച്ച് താഴോട്ടായിട്ടൊന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ബൈൻഡിനകത്തോട്ട് കുറച്ച് ഗമ്മ് തേച്ചതിന് ശേഷം നമ്മൾ ആ പേപ്പറിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പേപ്പറിൽ നിന്ന് മുകളിൽ നിന്ന് കുറച്ച് താഴോട്ട് സ്ഥലം വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്.
അങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഗമ്മൊക്കെ ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ മുകളിൽ ബാക്കിയിരിക്കുന്ന ആ പേപ്പറിനകത്തോട്ട് കുറച്ച് ഗമ്മ് തേച്ചതിന് ശേഷം ആ പേപ്പർ ആ ബൈൻഡിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗം ആ ബൈൻഡിനകത്തോട്ടും കൂടി ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആ പേപ്പറിനകത്തോട്ട് ഇങ്ങനെ മടക്കി ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് അമുക്കി കൊടുക്കുക. എന്നിട്ട് പേപ്പർ ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഈ ഒരു സംഭവം ഇങ്ങനെ ബാക്കിലോട്ട് മടക്കി കൊടുക്കുക. നമ്മൾ കറക്റ്റ് ആ ഒരു അളവിനനുസരിച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും പേപ്പർ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പേപ്പറിൻ്റെ അറ്റത്ത് കുറച്ച് സ്പേസ് കാണുന്നില്ലേ, ആ ഭാഗത്ത് കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി A4 സൈസ് പേപ്പറും കൂടി നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഗം തേച്ചതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്ത ആ പേപ്പറിൻ്റെ എൻഡ് ഭാഗത്ത് വീണ്ടും ഗം തേച്ച് കൊടുത്തിട്ട് അടുത്ത A4 സൈസ് പേപ്പർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നീളത്തിൽ കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മടക്കി വെച്ചിരിക്കുന്നില്ലേ, അത് ഇതുപോലെ പേപ്പർ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ ഈ ഫാൻ മടക്കില്ലേ, കുഞ്ഞിലെയൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് നമ്മൾ ഫാൻ ഉണ്ടാക്കി കളിക്കത്തില്ലേ പേപ്പറിനകത്ത് വെച്ചിട്ട്, അപ്പോൾ അതുപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചും മടക്കി കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് മടക്കി കൊടുത്തതിന് ശേഷം ബാക്കി പേപ്പറിനകത്തോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഡാർക്ക് ഫാൻറ്റസിയുടെ ആ ഒരു ബൈൻഡ് ഇങ്ങനെ ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വന്ന പേപ്പറിനകത്തും കൂടി കുറച്ച് ഗം ഒട്ടിക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ആദ്യമേ ചെയ്തതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡും ചിലപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇരിപ്പുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കത്രിക വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു സൈഡ് കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഒരു ഈക്വലായിട്ട് തന്നെ സൈഡൊക്കെ നല്ല ഈക്വലായിട്ട് തന്നെ കിട്ടും. ഇനി ഈ ഒരു പേപ്പറിൻ്റെ ഓരോ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ആ പ്ലാസ്റ്റിക്കോട് കൂടി വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്, അല്ലാണ്ട് പൊട്ട് ഇളക്കി ഒട്ടിക്കരുത്. നമ്മൾ ആ പ്ലാസ്റ്റിക്കോട് കൂടി തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഇല്ലേ, ആ സംഭവത്തിന് ലെങ്ത് കൂടുതലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ഒരു കംപ്ലീറ്റ് പൊട്ടുകളും ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഒരെണ്ണത്തിനകത്ത് തന്നെ രണ്ടെണ്ണവും ഒട്ടിക്കാം. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ പൊട്ടുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റെഡ് റിബൺ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു റിബൺ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ലെങ്ത് ഒന്ന് മെഷർ ചെയ്യുകയാണ്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട്, ആ റിബൺ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു എൽ ഷേപ്പിലാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ സൈഡ് ഭാഗത്ത് എക്സ്ട്രാ കിടക്കുന്ന റിബൺ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സെയിം ഞാൻ ബാക്കിലും ഒരു എൽ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു റെഡ് ചാർട്ട് പേപ്പറിനകത്ത് ഒരു ഹേർട്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിനകത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ആ ഒരു റിബൺ വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. കാരണം ഞാനിതൊരൊറ്റ ടേക്കിലെടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് ഗമ്മൊക്കെ ഒട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ബൈൻഡും പേപ്പർ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ 3-4 ദിവസത്തേക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ടൂറിനോ പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൊട്ടുകൾ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പൊട്ട് മിസ്സായി പോകുന്നതൊക്കെ ഒഴിവാക്കാനും പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പേപ്പറും ബൈൻഡും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. ഒരുപാട് യൂസ്ഫുള്ളും ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൂടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു ദിവസം കാണുന്നത് വരെ ബൈ.